ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അധ്യായം 6. നിന്നെ കൊണ്ട് വലിയ ശല്യമായല്ലോ, നീ ഇവിടെയും എത്തിയോ? മോശം, സിദ്ധാർത്ഥ് പറഞ്ഞു. ഇത് കേട്ട് നീലിമ എഴുന്നേറ്റ് നിന്നു. മിസ്റ്റർ സിദ്ധാർത്ഥ്, സത്യമായിട്ടും ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വന്നതൊന്നുമില്ല, വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാ. എൻ്റെ മുറിയിൽ അങ്ങനെ നിനക്ക് ആവശ്യമാണ് നിനക്കുള്ളത്? സിദ്ധാർത്ഥിൻ്റെ ചോദ്യത്തിന് നീലിമ മറുപടി പറഞ്ഞില്ല. എനിക്ക് മനസ്സിലായി, നീ എന്നോട് പിന്നെയും ഹെൽപ്പ് ചോദിച്ചു വന്നതായിരിക്കുമല്ലേ? സത്യം പറ. അല്ല, സത്യം, നിങ്ങളാണ് ഈ മുറിയിലെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ ആരെ പ്രതീക്ഷിച്ചാണ് മാഡം ഇങ്ങോട്ടേക്ക് വന്നത്? അത് കേട്ട് നീലിമക്ക് ദേഷ്യം വന്നു. തൻ്റെ സംസാരം കേട്ട ഞാൻ നിന്നെ കാണാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇങ്ങോട്ടേക്ക് ഓടി വന്നതുപോലെയുണ്ടല്ലോ, നീലിമ ചോദിച്ചു. ഹാ, അതാണല്ലോ സത്യം, സിദ്ധാർത്ഥ് കൈ രണ്ടും പിന്നിൽ കെട്ടിക്കൊണ്ട് പറഞ്ഞു. നോക്കൂ സിദ്ധാർത്ഥ്, ഞാൻ നിങ്ങളെ തേടി വന്നതൊന്നുമല്ല. എൻ്റെ മോൻ ഈ മുറിയിൽ കാണുമെന്ന് വിചാരിച്ച് ഞാൻ അവനെ അന്വേഷിച്ചു വന്നതാ. വന്നപ്പോൾ അവനില്ല എന്ന് എനിക്ക് മനസ്സിലായി. തിരിച്ചു പോകുന്ന വഴി ഈ ഫ്ലവർ വേസ് അങ്ങ് കൈ തട്ടി നിലത്തേക്ക് വീണു. അത്രയാണ് ഇവിടെ സംഭവിച്ചത്, നീലിമ പറഞ്ഞു. ഓ, അല്ലാതെ നീ കാറിൽ വെച്ച് പറഞ്ഞ കാര്യത്തിന് വന്നതൊന്നും അല്ലാലേ? സിദ്ധാർത്ഥ് ഒരു വല്ലാത്തൊരു ചിരിയോട് കൂടെ തന്നെ ചോദിച്ചു. എന്ത്? എനിക്ക് മനസ്സിലായില്ല. സിദ്ധാർത്ഥ് മുന്നോട്ട് നടന്ന് അവളുടെ തൊട്ടടുത്ത് ചെന്ന് നിന്നു. എന്നിട്ട് പറഞ്ഞു, അതായത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എൻ്റെ കൂടെ സിദ്ധാർത്ഥ്. തൻ്റെ വാക്കുകൾ അങ്ങ് പകുതിയിൽ നിർത്തി. പക്ഷേ നീലിമക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി. ദേ, സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ പുറത്ത് ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടു കാണും. നീ ഏതായാലും പുറത്ത് ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടു കാണുമെന്ന് വിചാരിച്ച് ആ കൂട്ടത്തിലൊന്നും നീ എന്നെ പെടുത്തേണ്ട. മാറി നിന്നേ, എനിക്ക് പോണം. നീലിമ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. എന്തായാലും വന്നതല്ലേ, അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ? അതും പറഞ്ഞ് അവൻ നീലിമയെ അങ്ങ് പൊക്കിയെടുത്തു. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ അവൻ അതങ്ങ് ചെയ്തപ്പോൾ അവൾ ശരിക്കും അങ്ങ് ഭയന്നുപോയി. പേടിച്ച് നിൽക്കുന്ന നീലിമയെ അവൻ ബെഡിലേക്ക് അങ്ങ് കിടത്തി. അവൾ ഭയത്തോടു കൂടെ ചോദിച്ചു, താൻ എന്തൊക്കെയായി കാണിക്കുന്നത്? കാണിച്ചില്ലല്ലോ, കാണിക്കാൻ പോകുന്നതിലുള്ളൂ, സിദ്ധാർത്ഥ കുസൃതിയോടെ പറഞ്ഞു. സത്യത്തിൽ അവളെ ഉപദ്രവിക്കണമെന്ന് അവനൊട്ടും തന്നെ ആഗ്രഹമില്ലായിരുന്നു. അവളുടെ അഹങ്കാരം നിറഞ്ഞ സംസാരം കുറച്ച് കുറുക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ സിദ്ധാർത്ഥ് അങ്ങനെയൊക്കെ ചെയ്തത്. നീലിമ എഴുന്നേൽക്കാൻ ശ്രമിച്ചു, പക്ഷേ സിദ്ധാർത്ഥ് വിട്ടില്ല. അവൻ ഉടനെ തന്നെ അവളുടെ മുകളിലങ്ങ് കയറി കിടന്നു. നീലിമ അവനെ നോക്കി. സിദ്ധാർത്ഥിന്റെ മുഖം അവളുടെ കണ്ണുകൾക്ക് തൊട്ടായി തന്നെ അവൾ കണ്ടു. അവന്റെ ശ്വാസം അവളുടെ മുഖത്ത് തട്ടുന്നുണ്ടായിരുന്നു. നീലിമ പൂർണ്ണ ബോധത്തോടുകൂടെ ഒരു പുരുഷന്റെ അത്ര അടുത്ത് നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. അവളുടെ ശരീരം ഇങ്ങനെ വിളക്കുന്നത് പോലെയൊക്കെ തോന്നി. സിദ്ധാർത്ഥ് അവളുടെ കണ്ണുകളിൽ തന്നെ നോക്കി. നീലിമ അവന്റെ നോട്ടം താങ്ങാൻ കഴിയാതെ മുഖം താഴ്ത്തി. സിദ്ധാർത്ഥ് അവളുടെ കവിളിൽ തടവിക്കൊണ്ട് പെട്ടെന്ന് തന്നെ സ്വബോധം വീണ്ടെടുത്ത പോലെ നീലിമ അവൾ എങ്ങ് തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, സർ, സത്യമായിട്ടും നിങ്ങൾ ഉദ്ദേശിച്ച് കഴിപ്പില്ല. ഞാനിപ്പോൾ എൻ്റെ മോനെ അന്വേഷിച്ചുകൊണ്ട് വന്നതാണ്. അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങിയിരുന്നു. അത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിന് അവളോടുള്ള ദേഷ്യം കൂടുതൽ എന്തായാലും ദേഷ്യം പിടിപ്പിക്കാമെന്നും തോന്നി. നീ എൻ്റെ മുറിയിൽ അനുവാദമില്ലാതെ കയറി വന്നതല്ലേ? ഇനി ഇതൊക്കെ അനുഭവിച്ചിട്ട് നീ അങ്ങ് പോയാൽ മതി, സിദ്ധാർത്ഥ് പറഞ്ഞു. നീലിമ അവളെ എതിർക്കാൻ വേണ്ടിയിട്ട് കഴിയില്ലാതെ തന്നെ കിടന്നു. മോനെ കണ്ടെത്താൻ ഞാൻ സഹായിക്കാം, പക്ഷേ ഇപ്പം എന്നോട് സഹകരിക്ക്. നേരത്തെ പറഞ്ഞതുപോലെ. പിന്നെ നീ എന്തായാലും അതിനാണല്ലോ വന്നത്. സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമയുടെ നിയന്ത്രണം വിട്ടു. അയാൾ കാറിൽ വെച്ച് മാന്യമായി അഭിനയിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണെന്നൊക്കെ അവൾ ചിന്തിച്ചു. രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ കൈ സ്വതന്ത്രമായപ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് അങ്ങ് ആഞ്ഞടിച്ചു. പ്രതീക്ഷിക്കാതെ തല്ലി കിട്ടിയപ്പോൾ സിദ്ധാർത്ഥ് അവളെ വിട്ടങ്ങ് എഴുന്നേറ്റു. മിസ്റ്റർ സിദ്ധാർത്ഥ്, എല്ലാവരും ഒരുപോലെ കാണരുത്. നിങ്ങൾ പറഞ്ഞാൽ എന്ത് ചെയ്തു തരുന്ന പെണ്ണുങ്ങളൊക്കെ കാണുമായിരിക്കും. നീലിമ അതിൽ ഉൾപ്പെടുത്തേണ്ട നിങ്ങൾ. നീലിമ അവനെ തള്ളി മാറ്റി മുറി വിട്ടിറങ്ങി ഓടിപ്പോകുമ്പോൾ അവനിങ്ങനെ അവൻ്റെ കവിളിൽ തടവിക്കൊണ്ടിങ്ങനെ മനസ്സിൽ പറഞ്ഞു, നീലിമ, നിനക്ക് കാണിച്ചു തരുന്നുണ്ട് ഞാൻ ആരാണെന്ന്. എന്നെങ്കിലും നിന്നെ ഒരിക്കൽ എൻ്റെ കയ്യിൽ കിട്ടും. നീലിമ പുറത്തെ ആ ഒരു കോറിഡോറിലെത്തി. അപ്പോൾ അതിലൂടെ സാന്ദ്ര വരുന്നുണ്ടായിരുന്നു. നീലിമയെ കണ്ട് സാന്ദ്ര ചോദിച്ചു, എന്തുപറ്റി? ഏയ്, ഒന്നുമില്ല, നീലിമ കിതച്ചുകൊണ്ട് പറഞ്ഞു. താൻ ഇന്ന് എവിടെയായിരുന്നു? ഞാൻ എവിടെയെല്ലാം നോക്കിയെന്നറിയാമോ? പിന്നെ ഇത് VIP ഏരിയയാണ്. ഇവിടെ എങ്ങനെ ഓടിപ്പായാനും നടക്കാനൊന്നും പറ്റില്ല. ഓരോ നീക്കങ്ങളും ശ്രദ്ധയോടെ വേണം. സർവീസിനെ പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ജോലി പോവും, ഞാൻ പറഞ്ഞേക്കാം. അവൾ പറഞ്ഞത് കേട്ടപ്പോൾ നീലിമയ്ക്കൊരല്പം മുൻപ് സിദ്ധാർത്ഥിൻ്റെ കർണത്തടിച്ച ആ ഒരു കാര്യം അങ്ങ് ഓർമ്മ വന്നു. ഇനി എന്തോന്ന് മോശമായി പെരുമാറാൻ നീലിമ മനസ്സിലിങ്ങനെ ഓർത്തു. താൻ വാ, കുറേ സ്ഥലം ഇനിയും കാണാനുണ്ട്. നീലിമ പറയുന്നത് കേട്ട് സാന്ദ്രയുടെ ഒപ്പം തന്നെ നടന്നു. അന്നേരം മുറിയിൽ തൻ്റെ ബോഡി ഗാർഡുമായി സംസാരിക്കുകയായിരുന്നു സിദ്ധാർത്ഥ്. അവൾ ഇങ്ങനെ മുറിയിൽ കയറി. സാറ്, ആ കുട്ടിയുടെ സ്റ്റാഫാണ്. ഇന്ന് ജോലിക്ക് ചേർന്നതാ ആ കുട്ടി.
ഞങ്ങൾ അകത്തേക്ക് കയറ്റി വിട്ടതാ, ബോഡി ഗാർഡിൽ ഒരാൾ പറഞ്ഞു. ജോലിക്കോ? നിങ്ങൾ ശരിക്കും അന്വേഷിച്ചോ? യെസ് സർ, ശരിക്കും അന്വേഷിച്ചതാ. ആ കുട്ടി ജോലിക്ക് വന്നതാ, ബോഡി ഗാർഡിൽ ഒരാൾ ഉറപ്പിച്ചു പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് ഒരു നിമിഷം ചിന്തിച്ചു. കുഞ്ഞിനെ അന്വേഷിച്ചു വന്നു എന്നാണ് തന്നോട് പറഞ്ഞത്. അപ്പോൾ അവൾ വീണ്ടും കള്ളം പറഞ്ഞിരിക്കുന്നു. അവരുടെ അടുത്തുള്ള മുറിയിൽ നിന്നും ആരൊക്കെയോ ഉച്ചത്തിൽ സംസാരിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് അങ്ങനെ ബഹളം കേൾക്കുന്നതൊന്നും തന്നെ ഒട്ടും തന്നെ ഇഷ്ടമില്ല. സിദ്ധാർത്ഥിന് ആ ഒരു ശബ്ദം കേട്ടിട്ട് ദേഷ്യം വരാൻ തുടങ്ങി. ഇത് ഇത്ര മാനേഴ്സ് ഇല്ലാത്ത ജീവി ആരാണ്? പോയി നോക്ക്, സിദ്ധാർത്ഥ് ദേഷ്യത്തിൽ പറഞ്ഞു. ശരി സർ. ബോഡി ഗാർഡ്സ് പുറത്തേക്ക് ചെന്നിട്ട് ശബ്ദം കേട്ട് മുറിയുടെ വാതിലങ്ങ് തട്ടി. അപ്പോൾ അകത്തു നിന്നും ഒരാളെ ഇറങ്ങി വന്നു. എന്തൊരു ശബ്ദമാണ്? അടുത്തുള്ള മുറിയിലുള്ള ആളുകൾക്കൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ? അല്പം മാനേഴ്സ് കാണിച്ചൂടെ? ബോഡി ഗാർഡ്സ് ചോദിച്ചു. ക്ഷമിക്കണം, ഞങ്ങളുടെ കൂടെ ഒരു ചെറിയ പയ്യനുണ്ട്. അവൻ ഈ മാനേഴ്സ് ഒന്നും അറിയില്ലല്ലോ, അതാ. ഇനി ഉണ്ടാവില്ല, ഗുണ്ടയെ പോലെ തോന്നിക്കുന്ന ഒരാൾ പറഞ്ഞു. ബോഡി ഗാർഡ്സ് കൂടുതലൊന്നും സംസാരിക്കാതെ സിദ്ധാർത്ഥിൻ്റെ അരികിലേക്ക് തിരിച്ചു വന്നു. അത് അവരുടെ കൂടെയുള്ളൊരു കൊച്ചു കുട്ടിയാണ്. ആ കുട്ടി കരയാണ് സർ. അതെന്താ കുട്ടി കരയുന്നത്? അവരുടെ കൂടെ സ്ത്രീകളാരുമില്ലേ? ഇല്ലെന്ന് തോന്നുന്നു, ബോഡി ഗാർഡ്സ് പറഞ്ഞു. പെട്ടെന്ന് തന്നെ നീലിമ മകനെ കാണാനില്ലെന്ന് പറഞ്ഞ കാര്യം സിദ്ധാർത്ഥിൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. അവൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ആ മുറിയിലുള്ളത് അവളുടെ മകനായിരിക്കണം. അവിടെ ചെന്ന് നോക്കാൻ തന്നെ സിദ്ധാർത്ഥ് തീരുമാനിച്ചു. അവൻ ഉടനെ മുറിയിൽ നിന്നും ഇറങ്ങി അടുത്ത മുറിയിലേക്ക് ചെന്നിട്ട് വാതിലിങ്ങനെ തട്ടി നോക്കിയപ്പോൾ വീണ്ടും അതേ ആൾക്കാർ വന്ന് വാതിൽ തുറന്നു കൊടുത്തു. ആ കുട്ടി എന്തിനാ കരയുന്നത്? അതിൻ്റെ അമ്മ കൂടെയല്ലേ? സിദ്ധാർത്ഥ് ചോദിച്ചു. കുട്ടികളാവുമ്പോൾ കരയും, ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? അയാൾ തിരിച്ചു ചോദിക്കാണ്. ഞാൻ നിന്റെ തന്ത. സിദ്ധാർത്ഥ് അയാളെ പിന്നിലേക്കങ്ങ് പിടിച്ചു തള്ളി. അയാൾ പിന്നിലേക്ക് വീണപ്പോൾ വാതിലങ്ങ് മലർന്നു തുറന്നു. ആ മുറിയിൽ ഗുണ്ടകൾ എന്ന് തോന്നിപ്പിക്കുന്ന ഒന്നിലധികം പുരുഷന്മാരുണ്ടായിരുന്നു. അവരുടെ ഇടയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അശ്വിനെ അയാൾ കണ്ടു. ഒരാൾ അശ്വിൻ്റെ വായ അങ്ങനെ പൊത്തിപ്പിടിച്ചിട്ടുണ്ട്. അപരിചിതനായ ഒരാൾ മുറിയിൽ കടന്നു വന്നത് കണ്ട് അയാൾ പെട്ടെന്ന് തന്നെ കൈയെടുത്ത് കുഞ്ഞിനെ അവർ ഉപദ്രവിക്കുന്നു എന്ന് കണ്ടപ്പോൾ സിദ്ധാർത്ഥിൻ്റെ രക്തം തിളച്ചു. അവൻ അകത്തേക്ക് ഓടിച്ചെന്ന് അയാളുടെ നെഞ്ചിനങ്ങ് ആഞ്ഞൊരു ചവിട്ടി. എന്നിട്ട് ഗുണ്ട പിടിവിട്ട് നിലത്തേക്കങ്ങ് വീഴാണ്. അശ്വിൻ അവശനായിരുന്നു. അവൻ ഡാഡി എന്ന് വിളിച്ചുകൊണ്ട് കരഞ്ഞു. ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോൾ സിദ്ധാർത്ഥിന് അവനോട് അതിയായ വാത്സല്യം തോന്നി. അശ്വിനെ ബോഡി ഗാർഡ്സിന് കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം സിദ്ധാർത്ഥ് തൻ്റെ ആ ഒരു ബെൽറ്റങ്ങ് ഊരിയെടുത്ത് ആ മുറിയിലുണ്ടായിരുന്ന എല്ലാവരെയും കുതിര തള്ളി അത്രയും അങ്ങ് വല്ലാതിട്ടങ്ങ് അടിക്കാൻ തുടങ്ങി. അത്രയും പ്രിയപ്പെട്ട ആരെയോ വേദനിപ്പിച്ചതുപോലെയായിരുന്നു സിദ്ധാർത്ഥിൻ്റെ അപ്പോഴത്തെ ആ ഒരു ഭാവം. അത് കണ്ട് ബോഡി ഗാർഡ്സ് ഇങ്ങനെ പരസ്പരം നോക്കി. അശ്വിനെ മുറിയിൽ കൊണ്ട് ചെന്നാക്കിയതിന് ശേഷം സിദ്ധാർത്ഥ് കുറച്ച് ചിന്തിച്ചു. അവൾ പറഞ്ഞ കാര്യം വിശ്വസിച്ചിരുന്നുവെങ്കിൽ കുഞ്ഞിനെ നേരത്തെ തന്നെ തനിക്ക് രക്ഷിക്കാമായിരുന്നു എന്ന് അവന് തോന്നി. അശ്വിൻ അവൻ്റെ നെഞ്ചത്തേക്ക് ചാഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് അവൻ്റെ നെറ്റിയിൽ തടവി. അവൻ നീലിമയോട് ചെറിയൊരു ദേഷ്യമുണ്ടായിരുന്നുവെങ്കിലും അശ്വിനെ ഒരുപാടധികം ഇഷ്ടമായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ അശ്വിൻ ഡാഡി എന്ന് വിളിച്ച് പ്രതീക്ഷയോടുകൂടെ ഓടി വന്നപ്പോൾ ശരിക്കും അശ്വിൻ തൻ്റെ മകൻ തന്നെയാണെന്ന് സിദ്ധാർത്ഥിന് തോന്നിപ്പോയി. അശ്വിൻ അവരെന്തിനാ മോനെ എങ്ങനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? സിദ്ധാർത്ഥ് ചോദിച്ചു. അവരില്ലേ ഡാഡി, അമ്മ തള്ളിയിട്ടെന്ന് പറഞ്ഞ ആ ആൻറ്റിയില്ലേ, അവരെന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് എന്നെ ഇവിടെ പൂട്ടിയിട്ടതാണ് ഡാഡി. അവരെ കണ്ടിട്ടൊന്നും ഞാൻ പേടിച്ചിട്ടില്ല. അതെന്താണെന്നറിയാമോ? ഡാഡി എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമെന്നൊക്കെ എനിക്കറിയായിരുന്നു, അശ്വിൻ കൊഞ്ചലോടുകൂടെ പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് അവനെ നോക്കി ചിരിച്ചു. അല്ല, എന്തിനാ എൻ്റെ മോനെ അവർ പൂട്ടിയിട്ടത്? ഡാഡി, അവർക്ക് എൻ്റെ അമ്മയൊന്നും ഇഷ്ടമില്ല, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ അവർ ചെയ്യുന്നത്. ഗ്രാൻഡ്പ, അപ്പ എപ്പോഴും വഴക്ക് തന്നെ പറയും. അത് കേട്ട് നീലിമയുടെ അവസ്ഥ ഏകദേശം സിദ്ധാർത്ഥിന് മനസ്സിലായി. സാരമില്ല, നിനക്ക് അമ്മയുടെ നമ്പർ അറിയില്ലേ? എന്നാൽ ഇതിൽ വിളിച്ച് നിന്നെ കൊണ്ടുപോകാൻ വരാൻ പറയാം. അശ്വിൻ നിരാശയോടെ സിദ്ധാർത്ഥിനെ നോക്കി. സിദ്ധാർത്ഥ് ചോദിച്ചു. എന്തു പറ്റി? ഡാഡി, ഞാനും അമ്മയും ഡാഡിയുടെ ഒപ്പമല്ലേ താമസിക്കേണ്ടത്? പിന്നെന്തിനാ ഞാൻ പോകുന്നത്? അമ്മയോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയാം, അശ്വിൻ പറഞ്ഞു. അവളുടെ അല്ലേ മോള്, എല്ലാ സ്വഭാവം അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നിങ്ങനെ സിദ്ധാർത്ഥ് മനസ്സിൽ വിചാരിച്ചു. ഡാഡി എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ശരിക്കും ഞാൻ നിന്റെ ഡാഡിയല്ല. അശ്വിൻ അത് കേട്ട് സിദ്ധാർത്ഥിനെ നിഷ്കളങ്കമായി നോക്കി. സത്യമായിട്ടും മോൻ്റെ ഡാഡി ഞാനല്ല, ഞാൻ അങ്കിളാ. അല്ല, ഡാഡിയാണ്. എനിക്കറിയാം. അവൻ നീലിമയെ പോലെ തന്നെ വാശിക്കാരനാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെ സിദ്ധാർത്ഥ് പിന്നീട് ഒന്നും തന്നെ പറഞ്ഞില്ല. ഒരു സ്ഥലത്തും ക്ഷമിക്കാൻ കഴിയാത്ത സിദ്ധാർത്ഥ് ഒരു കൊച്ചു കുഞ്ഞിനോടിങ്ങനെ തമാശ കളിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ബോഡി ഗാർഡ്സ് അയാളങ്ങനെ അത്ഭുതത്തോടെ നോക്കി. സിദ്ധാർത്ഥ് പറഞ്ഞു. മോനെ, നീ എന്തായാലും അമ്മയെ വിളിക്ക്, എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ. നീ ഇവിടെ ഉണ്ടെന്ന് പറ. അശ്വിൻ അത് കേട്ട് ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ ഇങ്ങനെ ഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്തു. പക്ഷേ കോള് കണക്റ്റ് ആയില്ല. അതോടുകൂടി അശ്വിൻ ആകെ സങ്കടത്തിലായി. അമ്മയെ ഫോണിൽ കിട്ടുന്നില്ല ഡാഡി. അശ്വിൻ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ അങ്ങ് വാങ്ങിച്ചു. ഒന്നുകൂടി ഡയൽ ചെയ്ത് നോക്കി. പക്ഷേ അപ്പോഴും കോള് കണക്റ്റ് ആയിരുന്നില്ല. അതോടുകൂടി അശ്വിൻ കരയാൻ തുടങ്ങി. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ സിദ്ധാർത്ഥ് ബോഡി ഗാർഡ്സിനെ നോക്കി ഇങ്ങനെ
നിൽക്കണേ, കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യാമോ കോപ്പ്? സർ, എന്തെങ്കിലും കളിപ്പാട്ടം കൊണ്ടു കൊടുത്താലോ? ബോഡിഗാർഡ് ചോദിച്ചു. എന്ത് കുന്തം കൊടുത്താലും വേണ്ടില്ല, ഇവന്റെ കരച്ചിലൊന്ന് നിർത്തിയാൽ മതി, സിദ്ധാർത്ഥ് അസ്വസ്ഥതയോടെ പറഞ്ഞു. സിദ്ധാർത്ഥിന് പൊതുവെ ബഹളങ്ങളൊന്നും ഇഷ്ടമില്ല. കുട്ടികളുമായി ഇടപെടുന്ന ശീലവുമില്ല. അതുകൊണ്ട് തന്നെ അശ്വിൻ ഇങ്ങനെ ഉച്ചത്തിൽ കരയുന്നത് അവന് വല്ലാത്ത ശല്യമായി തോന്നി. എനിക്കെൻ്റെ അമ്മയെ കാണണം, അശ്വിൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. സിദ്ധാർത്ഥിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു കുഞ്ഞു കുട്ടിയോട് ദേഷ്യപ്പെടുന്നത് എങ്ങനെയാ? ശബ്ദമുയർത്തി എന്തെങ്കിലും പറഞ്ഞാൽ പോലും അവൻ്റെ കരച്ചിൽ കൂടത്തേയുള്ളൂ എന്ന് സിദ്ധാർത്ഥിന് തോന്നി. അവൻ ഒരുവിധം ക്ഷമ വീണ്ടെടുത്തു. എന്നിട്ട് പറഞ്ഞു, മോനെ, നീ ഇങ്ങനെ കരയാതെ, അമ്മയെ നമുക്ക് ഒന്നുകൂടി വിളിച്ചു നോക്കാം. അശ്വിൻ അത് കേട്ട് സിദ്ധാർത്ഥിൻ്റെ ഫോൺ വാങ്ങി നീലിമയുടെ നമ്പറിലേക്ക് ഒന്നുകൂടി വിളിച്ചു നോക്കി. പക്ഷേ അപ്പോഴും നീലിമയെ ലൈനിൽ കിട്ടുന്നില്ല. അശ്വിൻ മുഖമുയർപ്പിച്ച് വീണ്ടും കരയാൻ തുടങ്ങി. അവന് ശരിക്കും അമ്മയെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ട് സിദ്ധാർത്ഥ് അശ്വിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അച്ചു, ആദ്യമായാണ് അവൻ അശ്വിനെ അത്ര സ്നേഹത്തോടെ വിളിക്കുന്നത്. അശ്വിൻ അത് കേട്ട് അവനെ നോക്കി. ആ കുഞ്ഞു കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് അവൻ്റെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോൻ പേടിക്കണ്ട, ചിലപ്പോൾ അമ്മയുടെ ഫോൺ എന്തെങ്കിലും ഇഷ്യൂ കാണും. ഒരു കാര്യം ചെയ്യാം, മോൻ ഇന്നിവിടെ എൻ്റെ കൂടെ താമസിക്ക്. നാളെ രാവിലെ അമ്മ എന്തായാലും നിന്നെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വരും. അശ്വിൻ അത് കേട്ട് കരച്ചിൽ നിർത്തി. അവനെ നോക്കി, ശരിക്കും ഞാൻ ഇന്ന് ഡാഡിയുടെ കൂടെയാണോ? ഞാൻ വീണ്ടും ഡാഡി എന്ന് വിളിച്ചപ്പോൾ സിദ്ധാർത്ഥ് അസ്വസ്ഥനായി. പക്ഷേ അവനത് പുറമേയൊന്നും പ്രകടിപ്പിച്ചില്ല. അശ്വിൻ അമ്മയെ കാണാതെ ഒരുപാടധികം വിഷമിക്കുന്നുണ്ട്. അതിനിടയിൽ താൻ കൂടി കുഞ്ഞിനെ സങ്കടപ്പെടുത്താൻ പാടില്ല എന്ന് സിദ്ധാർത്ഥിന് തോന്നി. അതെ, നീ ഇന്ന് എൻ്റെ കൂടെയാ, സിദ്ധാർത്ഥ് പറഞ്ഞു. അതോടെ അശ്വിൻ്റെ മുഖത്ത് സന്തോഷം തെളിഞ്ഞു. മോൻ കിടന്നുറങ്ങിക്കോ, സിദ്ധാർത്ഥ് അവൻ്റെ കവിളിൽ തലോടിക്കൊണ്ട് പറയാണേ. അശ്വിൻ മറുപടി പറയാതെ സിദ്ധാർത്ഥിനെ നോക്കി നിൽക്കുകയാണ്. എന്താ, ഉറങ്ങുന്നില്ലേ? അത് ഡാഡി, എനിക്ക് കുളിച്ചാലേ ഉറക്കം വരുള്ളൂ. ഡാഡി എന്നെ കുളിപ്പിക്കാമോ? അശ്വിൻ കൊഞ്ചലോട് ചോദിച്ചു. ഹോ, നാശം എന്നാണ് സിദ്ധാർത്ഥ് അപ്പോൾ മനസ്സിലിങ്ങനെ പറഞ്ഞത്. അവന് കുട്ടികളെ കുളിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല. സിദ്ധാർത്ഥ് ബോഡിഗാർഡിനെ നോക്കി. അവർ രണ്ടുപേരും സിദ്ധാർത്ഥിൻ്റെ അവസ്ഥ കണ്ടിങ്ങനെ ഉള്ളിൽ ചിരി ഇറുക്കി നിൽക്കുമായിരുന്നു. അച്ചു, എനിക്കങ്ങനെ കുട്ടികൾ കുളിപ്പിച്ചൊന്നും ശീലമില്ല, സിദ്ധാർത്ഥ് പറഞ്ഞു. അത് സാരമില്ല ഡാഡി, ഡാഡി എൻ്റെ കൂടെ വന്നാൽ മതി, ഞാൻ കുളിച്ചോളാം. പിന്നീണ്ടല്ലോ, ഞങ്ങളുടെ പ്ലേ സ്കൂളിൽ എല്ലാവരും ഓരോ ദിവസം അവരവരുടെ ഡാഡിയും വിശേഷങ്ങളൊക്കെ വന്ന് പറയും. എനിക്ക് അന്നേരം സങ്കടം വരും. അത് കേട്ട് സിദ്ധാർത്ഥ് അവനെ നോക്കി. അവനൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ അശ്വിൻ തുടർന്നു. ഡാഡിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടട്ടോ, ഞാൻ സങ്കടം കൊണ്ട് പറഞ്ഞതാ. ഇത് താൻ അവനെ കുളിപ്പിക്കാനുള്ള അവൻ്റെ ഐഡിയയാണ് എന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇവൻ അമ്മയേക്കാൾ വലിയ കള്ളനാണല്ലോ എന്നാണ് സിദ്ധാർത്ഥ് അപ്പം ചിന്തിച്ചത്. ഡാഡി എന്തായി ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല, നീ വാ, ഞാൻ നിന്നെ കുളിപ്പിക്കാം, സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് അശ്വിന് ഭയങ്കര സന്തോഷമായി. സത്യമാണോ ഡാഡി? അതെ, വാ കുളിക്കാം, സിദ്ധാർത്ഥ് പറഞ്ഞു. അശ്വിൻ വേഗം തന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. സിദ്ധാർത്ഥ് വളരെ അടുത്തേക്ക് കൊണ്ടുപോയി കുളിപ്പിച്ചു. അതിനുശേഷം ബെഡിലേക്ക് ഇരുത്തി തലയൊക്കെ തോർത്തി കൊടുത്തു. ഇതൊക്കെ സിദ്ധാർത്ഥിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവൻ ചെയ്യുന്നത്. അതിൻ്റെ ഒരു നീരസം അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. ആ നീലിമ വന്നിരുന്നുവെങ്കിൽ കുഞ്ഞിനെ അവൾക്കൊപ്പം അയക്കാമായിരുന്നു എന്നൊക്കെ സിദ്ധാർത്ഥ ആലോചിച്ചു. അവനെ കിടക്കയിൽ കിടത്തിക്കൊണ്ട് തന്നെ സിദ്ധാർത്ഥ് പറഞ്ഞു, ഇനി മോൻ ഉറങ്ങിക്കോ. പക്ഷേ അവൻ ഉറങ്ങാൻ തയ്യാറായിരുന്നില്ല. ഇനി എന്താ, സിദ്ധാർത്ഥ് ചോദിച്ചു. ഡാഡി കിടന്നിട്ട് ഞാനും കിടക്കത്തുള്ളൂ. മോനെ, എനിക്ക് കുറച്ചധികം ജോലികൾ തീർക്കാനുണ്ട്, മോനെ കിടന്നോ, സിദ്ധാർത്ഥ് തൻ്റെ അസ്വസ്ഥത പുറത്തു കാണിക്കാതെ പറഞ്ഞു. എന്നാ ഞാനും കിടക്കുന്നില്ല. നീലിമയുടെ വാശി അവന് ശരിക്കും കിട്ടിയിട്ടുണ്ട് എന്ന് സിദ്ധാർത്ഥ് മനസ്സിലാക്കി. മറുത്ത് എന്ത് പറഞ്ഞാലും അശ്വിൻ വീണ്ടും കരയാൻ തുടങ്ങും. ഞാനും കിടക്കാം, വാ, സിദ്ധാർത്ഥ് ഗതിയില്ലാതെങ്ങ് പറഞ്ഞുകൊണ്ട് അശ്വിൻ്റെ അടുത്തേക്ക് പോയി. അശ്വിന് ഉത്സാഹം കൂടി. സിദ്ധാർത്ഥ് അല്പം അസ്വസ്ഥതയോടുകൂടെ ബെഡിലേക്ക് വന്നു കിടന്ന് ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്താണ്. അശ്വിൻ ഉടനെ തന്നെ അവൻ്റെ നെഞ്ചിലേക്ക് അങ്ങ് കയറി കിടന്നു. സിദ്ധാർത്ഥിന് അത് തടയാനൊന്നും കഴിഞ്ഞില്ല. അവൻ ചിന്തിച്ചു, പാവം കുഞ്ഞ്, അവൻ്റെ അച്ഛനെ കണ്ട സന്തോഷത്തിലാണ് താൻ അവൻ്റെ അച്ഛനാണെന്ന് അശ്വിൻ ശരിക്കും അങ്ങ് വിശ്വസിക്കുന്നുണ്ട്. അതോർത്തപ്പോൾ സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ ചെറിയൊരു വേദന തോന്നി. അവൻ ഒരു കൈകൊണ്ട് അശ്വിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് അയാൾ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് തനിക്ക് ഈ കുഞ്ഞിനോട് ഇത്രമാത്രം ഒരു ആത്മബന്ധം തോന്നുന്നത്? അങ്ങനെ സിദ്ധാർത്ഥ് ഏതായാലും അശ്വിനെ ഇങ്ങനെ നെഞ്ചിലേറ്റി കിടക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയ്ക്ക് വരാം. ബൈ.